നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് ശ്രീ സ്വാഗതം. സുഖം ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇത് ന്യൂസ് പേപ്പർ ഫസ്റ്റ് ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജിൽ ആർട്ടിക്കിൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ദ ട്രൂത്ത് അബൌട്ട് ഇന്ത്യസ് ബൂമിംഗ് ടോയ് എക്സ്പോർട്സ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കേണ്ടത്. ഈ ഒരു ആർട്ടിക്കിൾ എന്ന് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിൽ നിന്നും ഈ പറഞ്ഞ പോലെ കയറ്റുമതി ചെയ്യുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന ടോയ്സിന്റെ ഈ പറഞ്ഞ പോലെ ഡേറ്റാസ് കൃത്യമായിട്ടും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം നമ്മൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ 2022-2023 ഫിനാൻഷ്യൽ ഇയറിലെ ഒരു കണക്കുകളാണ് ബേസിക്കലി വന്നിരിക്കുന്നത്. കമ്പാരിസൺ ബേസ്ഡ് ആയിട്ടുള്ള ഡേറ്റയാണ്. 2014-2015 ഈ പറഞ്ഞ പോലെ ആ ഒരു ഫിനാൻഷ്യൽ ഇയറും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 7 വർഷത്തെ ഒരു കണക്കുകളാണ് 6-7 വർഷത്തെ ഒരു കണക്കുകളാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു ടൈം പീരിയഡിൽ ഇന്ത്യയിൽ നിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ടോയ്സിന്റെ അളവ് 239% ആണ് വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേ സ്ഥാനത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ വിദേശ രാജ്യങ്ങൾ എസ്പെഷ്യലി ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന ടോയ്സിന്റെ അളവ് 52% റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മാനുഫാക്ചറിംഗ് മേഖല അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ മേഖലയിൽ നോക്കുമ്പോഴേക്കും ഇന്ത്യക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയായിട്ട് ഇതിനെ കണക്കാക്കേണ്ടത്. കാരണം ഇന്ത്യയിൽ നിന്നും ഒരുപാട് ടോയ്സ് ഉൽപ്പാദിപ്പിച്ച് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തും ഇൻകം ഉണ്ടാക്കുന്നു. അങ്ങനെ പോയെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒക്കെയാണല്ലോ പോസിറ്റീവ് രീതിയിലേക്ക് അല്ലെങ്കിൽ സർപ്ലസ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തയാണ് ഇന്നിപ്പോൾ ഫസ്റ്റ് ആ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ ട്രൂത്ത് അബൌട്ട് ഇന്ത്യസ് ബൂമിംഗ് ടോയ് എക്സ്പോർട്സ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻ എഫക്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇവിടുത്തെ എക്സ്പോർട്ടിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷന്റെ അളവ് കൂടി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇവിടെ പ്രൊഡക്ഷന്റെ അളവ് കൂടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു പരിധി വരെ ഇന്ത്യയിലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യമാണ്. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇവിടുത്തെ ഹൗസ് ഹോൾഡ് ഇൻകം എല്ലാവരുടെയും വരുമാനത്തിന്റെ കാര്യത്തിലേക്ക് ഒരു വർധന വരികയും അതൊക്കെ നമുക്ക് പതുക്കെ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഇൻകം ഇൻഇക്വാളിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ആർട്ടിക്കിൾ ഇൻകം ഇൻഇക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ആർട്ടിക്കിൾസ് നമുക്ക് വേണമെങ്കിൽ ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ പ്രൊഡക്ഷൻ കൂടുന്നു അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുമാനം എല്ലാവർക്കും കൂടുതലായിട്ട് കിട്ടുന്നു. അതിനൊക്കെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഇൻകം ഇൻഇക്വാളിറ്റി ഈ പറഞ്ഞ പോലെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതും ഇതിന്റെ ഒരു പോസിറ്റീവ് എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് നിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഇവിടുന്നുള്ള എക്സ്പോർട്ട് ടോയ്സിന്റെ ഒക്കെയാണുള്ള എക്സ്പോർട്ട് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എസ്പെഷ്യലി ഇതിനകത്ത് എടുത്ത് പറയുന്നത് ഗവൺമെന്റിന്റെ രീതിയിലുള്ള കുറച്ച് ഇൻവോൾവ്മെന്റ്സ് ആണ്, കുറച്ച് സ്കീമുകളും അല്ലെങ്കിൽ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയിൽ നമുക്ക് ടോയ്സിന്റെ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഇന്ത്യയിലെ ടോയ്സിന്റെ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ ആ ഒരു ടോയ്സിന്റെ ക്വാളിറ്റിയുടെ പ്രശ്നങ്ങളായിരുന്നു മിക്കപ്പോഴും ഈ പറഞ്ഞ നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് കയറ്റുമതി ചെയ്യാൻ പറ്റാതെ പോകുന്നു. അതേ സ്ഥാനത്ത് ഈ പറഞ്ഞ പോലെ വില കുറഞ്ഞ അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ വലിയ കൂടുതൽ ചെക്കിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ക്വാളിറ്റി കുറഞ്ഞ ഈ പറഞ്ഞ പോലെ ടോയ്സ് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾ ഓവർ നോക്കുമ്പോൾ നമ്മുടെ ടോയ് മാർക്കറ്റിൽ കുറച്ചുകൂടെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് വരാൻ കാരണം ഗവൺമെന്റിന്റെ കുറച്ച് ഇനീഷ്യേറ്റീവ്സും കാര്യങ്ങളൊക്കെയാണ്. അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ആണ് ഈ ഒരു കാലയളവിലാണ് നമ്മൾ ഈ പറഞ്ഞ നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ടോയ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ നാഷണൽ ആക്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോഴേക്കും ഈ ടോയ് ഇൻഡസ്ട്രി കേന്ദ്രീകരിച്ച് ഓൾമോസ്റ്റ് 21 സ്പെസിഫിക് ആക്ഷൻ പോയിന്റ്സ് ആണ് ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ DPIIT മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന്റെ ഒക്കെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ആ ഒരു ആക്ഷൻ പ്ലാന്റെ ഭാഗമായിട്ട് വി ഇംപ്ലിമെന്റഡ് മൾട്ടിപ്പിൾ സെൻട്രൽ മിനിസ്ട്രീസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഇതിനു വേണ്ടിയിട്ട് കൊണ്ടുവരികയും ദിസ് പ്ലാൻ അഡ്രസ്സസ് വേരിയസ് ആസ്പെക്ട്സ് ലൈക്ക് ഡിസൈൻ, ക്വാളിറ്റി കൺട്രോൾ, പ്രൊമോഷൻ ഓഫ് ഇൻഡിജിനസ് ടോയ് ക്ലസ്റ്റേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുത്തിയ മാറ്റങ്ങളാണ് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ആയിട്ടുള്ള ടോയ്സ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കുകയും അത് വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റിയെന്നുള്ളൊരു കാര്യം ഓർക്കുക. ദെൻ അടുത്തതായിരുന്നു ഇൻക്രീസ് ഇൻ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. അതായത് ഇമ്പോർട്ട് ചെയ്തെടുക്കുന്ന വസ്തുക്കൾ മേൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈടാക്കുന്നതാണ് ഈ കസ്റ്റംസ് ഡ്യൂട്ടിയും കാര്യങ്ങളും. അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിന്മേൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഏകദേശം പണ്ടുണ്ടായിരുന്ന 20% ആയിരുന്നു, അത് 60% നമ്മൾ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ട് ചെയ്ത അത്തരത്തിൽ വസ്തുക്കളുടെ മേൽ ഡ്യൂട്ടി കൂടുതലായിട്ട് ഈടാക്കുക എന്ന് പറയുമ്പോഴേക്കും അതിന്റെ വില വർദ്ധിക്കും. സോ അങ്ങനെ ഈ പറഞ്ഞ പോലെ എന്തിനാണ് ബേസിക്കലി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഡൊമസ്റ്റിക് ടോയ് ഇൻഡസ്ട്രിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു പോയിന്റും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ലോക്കൽ മാനുഫാക്ചറിങ് എൻകറേജ് ചെയ്യാനായിട്ടും ഈ ഒരു നീക്കം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ ഒരു പോയിന്റ് ആയിരുന്നു മാൻഡേറ്റഡ് സാമ്പിൾ ടെസ്റ്റിംഗ്. ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇനീഷ്യേറ്റീവ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ നിർമ്മിച്ച ടോയ്സ് കൃത്യമായിട്ടും ടെസ്റ്റിങ്ങിനും വിധേയമാക്കിയിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ രീതിയിലുള്ള എന്താ പറയുക അന്താരാഷ്ട്ര മാർക്കറ്റിലൊക്കെ പറയുന്ന രീതിയിലുള്ള ക്വാളിറ്റീസ് നമ്മുടെ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന ടോയ്സിന് ഉണ്ടോ എന്നുള്ള കാര്യം ഒന്നുകൂടി ചെക്ക് ചെയ്യാനായിട്ട് ഒന്നുകൂടി ഈ പറഞ്ഞ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാമ്പിൾ ടെസ്റ്റിങ്ങും ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഇവിടെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് അണ്ടർ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മാൻഡേറ്റഡ് സാമ്പിൾ ടെസ്റ്റിംഗ് ഫോർ ഈച്ച് ഇമ്പോർട്ട് കൺസൈൻമെന്റ് ടു പ്രിവെന്റ് ഇമ്പോർട്ട് ഓഫ് സബ് സ്റ്റാൻഡേർഡ് ഐറ്റംസ്. അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളുടെ മേലും അതേപോലെ തന്നെ
വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും കമ്പോണൻസ്, ടോയ്സിൻ്റെ ഒക്കെ ആണെങ്കിലും എന്തെങ്കിലും കമ്പോണൻസ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. കാരണം ആ ഒരു ക്വാളിറ്റി, ഓൾ അറൗണ്ട് ആ ഒരു ക്വാളിറ്റി എൻഷുർ ചെയ്യാനായിട്ടും ഇത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് പറയുവാണെങ്കിൽ BIS സ്റ്റാൻഡേർഡ് മാർക്സ്, അതായത് ഇവിടെ നിർമ്മിക്കുന്ന ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ടോയ് മാനുഫാക്ചേഴ്സിന് നമ്മൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൾ ടുഗദർ ഈ പറഞ്ഞ ഓവറോൾ 1200 ലൈസൻസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലൈസൻസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മാനുഫാക്ചേഴ്സിന് നമ്മൾ ആ ഒരു പറയുന്ന ഗൈഡ് ലൈൻസ് പാലിക്കുന്നവർക്ക് മാത്രമാണ് ആ ഒരു ലൈസൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ആ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ തന്നെ എൻഷുർ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഈ ഒരു ടോയ് എക്സ്പോർട്ട് കൃത്യമായിട്ടും വർദ്ധിപ്പിക്കാൻ ഓൾമോസ്റ്റ് 200% ആ ഒരു എക്സ്പോർട്ട് വർധനവ് നമുക്ക് കൊണ്ടുവരാം. 200% എക്സ്പോർട്ട് വർധനവ് എന്ന് പറയുമ്പോഴേക്കും നേരത്തെ എത്രയാണോ നമ്മൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ ഇപ്പോൾ ഡബിൾ, അതിനേക്കാൾ എക്സ്ട്രാ ഒരു 2 ടൈംസും കൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ കൊണ്ടുവരാൻ സാധിച്ചു. ഇപ്പം ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ പണ്ട് നമ്മൾ 10 യൂണിറ്റ് ടോയ്സ് ആണ് എക്സ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ നിലവിൽ 20+ കൂടെ എക്സ്ട്രാ കൊണ്ടുവന്ന് ഇപ്പം ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ 30 ടൈംസ്, ഈ 20% ആണ് ഏകദേശം 200% ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇത്രത്തോളം നേരത്തെ 10 യൂണിറ്റ് ആണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ 30 യൂണിറ്റ് നമ്മൾ എക്സ്പോർട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിലൂടെ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇന്റേൺ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്പോർട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യക്ക് ബാലൻസ് ഓഫ് ട്രേഡിനകത്ത്, ഇന്ത്യക്ക് മിക്കപ്പോഴും തന്നെ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റിനകത്ത് ഒരു വിഭാഗമാണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കാര്യത്തിൽ മിക്കപ്പോഴും നമുക്ക് ഈ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇന്ത്യ ഒരു നെറ്റ് ഇമ്പോർട്ടർ രാജ്യമായതുകൊണ്ട് ബാലൻസ് ഓഫ് ട്രേഡ് മിക്കപ്പോഴും ഇന്ത്യക്ക് നെഗറ്റീവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള വസ്തുക്കളിലൊക്കെയാണ് നമ്മൾ എക്സ്പോർട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ ടു ആൻ എക്സ്റ്റെന്റ് നമുക്ക് ഈ ബാലൻസ് ഓഫ് ട്രേഡിനകത്ത് നെഗറ്റീവിനെ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. നേരത്തെ ഈ പറഞ്ഞ -100 ആയിരുന്നെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ അതിനെ നമുക്ക് -60 അല്ലെങ്കിൽ -50 വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. ആ നെഗറ്റീവിന്റെ എഫക്ട് നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. ഗ്രാജുവലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബാലൻസ് ഓഫ് ട്രേഡും ഇന്ത്യക്ക് പോസിറ്റീവ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. കാരണം ഈ ബാലൻസ് ഓഫ് ട്രേഡും ഇന്ത്യക്ക് പോസിറ്റീവ് ആക്കി മാറ്റി കഴിഞ്ഞാൽ നെറ്റ് ബാലൻസ് ഓഫ് പേയ്മെന്റ് നമുക്ക് സർപ്ലസ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക്, പോസിറ്റീവ് മീൻസ് സർപ്ലസ്, ആ ഒരു സർപ്ലസ് രീതിയിലേക്ക് നെറ്റ് ബാലൻസ് ഓഫ് പേയ്മെന്റും ഇന്ത്യക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കാം. നെറ്റ് ബാലൻസ് ഓഫ് പേയ്മെന്റ് പോസിറ്റീവ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ RBIയുടെ ആണെങ്കിലും നമ്മുടെ ഈ പറഞ്ഞ പോലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഒക്കെ ആണെങ്കിലും ഇൻക്രീസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ ഇത്തരത്തിൽ എക്സ്പോർട്ട് വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിക്കാം. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിക്കുമ്പോൾ ഇൻകം വർദ്ധിക്കുമ്പോൾ അത് രാജ്യത്തെ ഈ പറഞ്ഞ പോലെ ഇൻകം ഇൻഇക്വാളിറ്റി കുറച്ചുകൊണ്ട് വരാനായിട്ടും സാധിക്കും എന്നുള്ളൊരു പോയിന്റും മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ എന്തായാലും ഇത്രയും പോയിന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാനായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ആർട്ടിക്കിൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇപ്പം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഈ ഒരു ആർട്ടിക്കിളുമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അനലൈസിങ് ദ റൈസിംഗ് ഗ്യാപ്പ് ഇൻ ഇൻകംസ് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഒരു ഡേറ്റ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം SBIയുടെ ഒരു റിപ്പോർട്ട് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിനകത്ത് ടാക്സ് പെയറിന്റെ ഡേറ്റ വെച്ചിട്ടുള്ള റിപ്പോർട്ടായിരുന്നു. ആ ഒരു റിപ്പോർട്ടിനകത്ത് ഗിനി കോഎഫിഷ്യന്റിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടും പറയുന്നുണ്ട്. എന്താണ് ഗിനി കോഎഫിഷ്യന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ഇൻഇക്വാളിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കോഎഫിഷ്യന്റ് ആണ് ഗിനി കോഎഫിഷ്യന്റും. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കർവ് ഉണ്ട്. ഇപ്പം നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളതാണ് ഈ ഒരു ലോറൻസ് കർവും അതേപോലെ ഗിനി കോഎഫിഷ്യന്റുമാണ്. അതിനെക്കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിൽ എൻ്റെയറിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ലോറൻസ് കർവിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു കോഎഫിഷ്യന്റ് ആണ് ഗിനി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഒരു റേഷ്യോ ആയിട്ട് കണക്കാക്കിയാൽ മതി. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, ഇപ്പം ജസ്റ്റ് മനസ്സിലാക്കാൻ ഒരു റേഷ്യോ ആയിട്ട് ഉദ്ദേശിക്കാം. 0ക്കും 1നും ഇടയിലാണ്, 0 to 1 ആണ് ഈ പറഞ്ഞ പോലെ ആ ഒരു റേഷ്യോ മാറുന്നത്. 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പെർഫെക്റ്റ് ഇക്വാളിറ്റി എന്നുള്ള കൺസെപ്റ്റ് ആണ്. അതായത് എല്ലാ ആളുകളും ഒരേപോലെ ഇൻകം ഏൺ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് 0 വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻഇക്വാളിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇവിടെ വരുമാനം മുഴുവൻ ഒരു വ്യക്തി തന്നെ നേടിയെടുക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ 0ക്കും 1നും ഒക്കെ ഇടയ്ക്കായിരിക്കും മിക്ക രാജ്യങ്ങൾക്ക് ഉണ്ടാവുക. ഇന്ത്യയുടെ ഒരു കൺസെപ്റ്റ് പറയുന്നത്, ഇപ്പം ഇന്ത്യയുടെ വാല്യൂ നോക്കി 2014-15 കാലഘട്ടത്തിൽ 0.472 ആയിരുന്നത് ഇപ്പോൾ 0.402 നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു. അതായത് മീൻസ് ഇൻകം ഇൻഇക്വാളിറ്റി ഗ്രാജുവലി നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചു. ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് കൺസിഡർ ചെയ്ത ആർട്ടിക്കിളിനകത്തും കൺസിഡർ ചെയ്ത ഫിനാൻഷ്യൽ ഇയർ 2014 to 2015 തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഈ രണ്ട് ആർട്ടിക്കിൾസ് നമുക്ക് ക്ലബ് ചെയ്ത് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ഒരു എൻ്റയർ ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഗിനി കോഎഫിഷ്യന്റും ലോറൻസ് കർവിനെ കുറിച്ചിട്ടുമാണ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാനുള്ളത്. സോ ഇതാണ് ലോറൻസ് കർവും ഗിനി കോഎഫിഷ്യനെ കുറിച്ചിട്ടും സൂചിപ്പിക്കുന്ന ഗ്രാഫ്. ഈ ഗ്രാഫിന് പറയുന്ന പേരാണ് ലോറൻസ് കർവ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് എന്താണ് ലോറൻസ് കർവ്, അല്ലെങ്കിൽ എന്താണ് ലോറൻസ് കർവ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ്സ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഇൻ എൻ എക്കണോമി. ഒരു എക്കണോമിയിലെ ഇൻകം ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞു നൽകുന്ന കർവാണ് ലോറൻസ് കർവ്. ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് ഈ സ്ട്രെയിറ്റ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നതാണ് പെർഫെക്റ്റ് ഇക്വാളിറ്റി. മീൻസ് ഏതെങ്കിലും രാജ്യത്തെ ഈ ഒരു ലോറൻസ് കർവ് വരച്ച് കഴിയുമ്പോഴേക്കും, ലോറൻസ് കർവ് എന്ന് പറയുമ്പോൾ നാഷണൽ ഇൻകം വേഴ്സസ് പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡിനോട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇത്തരത്തിൽ 45 ഡിഗ്രിയിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നതെങ്കിൽ, അപ്വേർഡ് ഗ്രാഫ് ആണ് കിട്ടുന്നതെങ്കിൽ ദാറ്റ് ഡിനോട്ട്സ് പെർഫെക്റ്റ് ഇക്വാളിറ്റി ഓഫ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദാറ്റ് എക്കണോമി. ആ ഒരു എക്കണോമിയിലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയേണ്ടി വരും. ബട്ട് മിക്ക രാജ്യങ്ങളിലും കാണുന്ന ഈ ഒരു രണ്ടാമത്തെ ലൈനാണ് ഇങ്ങനെ കർവിക്കൽ ആയിട്ടുള്ളൊരു റെപ്രസെന്റേഷൻ ആണ് കാണുന്നത്. ഈ കർവ് റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോഴേക്കും അത് ആ ഇൻഇക്വാളിറ്റിയുടെ ഗ്യാപ്പിനെയാണ് ബേസിക്കലി സൂചിപ്പിക്കുന്നത്. അതായത്
ഇവിടെ ഇത്തരത്തിൽ ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്നതാണ് ഇൻഇക്വാളിറ്റിയുടെ ഒരു ഗ്യാപ്പ് ആയിട്ട് പറയപ്പെടുന്നത്. അതായത് ഈ ഇക്വാളിറ്റിയുടെ ആ ഒരു ലൈനിൽ നിന്നും എത്രത്തോളം ഡീവിയേറ്റഡ് ആണ് പ്രസന്റ് ആ എക്കണോമി എന്ന് പറഞ്ഞു നൽകുന്നു. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഗിനി കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, മീൻസ് സപ്പോസ് ഈ ഒരു കർവ് ഉണ്ടല്ലോ, ഈ കർവ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഈ ഡോട്ടഡ് ലൈൻ, ഈ ഡാഷ് ലൈൻ സൂചിപ്പിക്കുന്നത് മീൻസ് ഇവിടെ ഞാൻ ഡെനോട്ട് ചെയ്യുവാണെങ്കിൽ എ ബി സി എന്നുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഈ കർവ് ഇങ്ങോട്ടേക്ക് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ട്രയാങ്കിളിന്റെ രീതിയിലേക്ക് തന്നെ വന്ന് അറ്റൈൻ ചെയ്യുവാണെങ്കിൽ ആ ഒരു കണ്ടീഷനാണ് പെർഫെക്റ്റ് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത്. മീൻസ് ആ ഗിനി കോഎഫിഷ്യന്റ് 1 ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം. അപ്പൊ എങ്ങനെയാണ് ഗിനി കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഈ കർവ് ഉണ്ട്, ഈ ഷെയ്ഡഡ് ഏരിയ ഉണ്ടല്ലോ, ഈ ഷെയ്ഡഡ് ഏരിയ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി ബി. ഓക്കെ, ട്രയാങ്കിൾ എ സി ബി. ഓക്കെ, ഇങ്ങനെ വെച്ച് കണ്ടുപിടിക്കുന്നതാണ് ഗിനി കോഎഫിഷ്യന്റ് ആയിട്ട് പറയുന്നത്. സോ ഇൻ കേസ് ഏതെങ്കിലും രാജ്യത്തിന്റെ ആ ഒരു ഷെയ്ഡഡ് ഏരിയ ഇല്ല എങ്കിൽ സൂചിപ്പിക്കുന്നത് എന്താണ്, ഈ പെർഫെക്റ്റ് ലൈനിൽ തന്നെയാണ് ആ രാജ്യത്തെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ നിൽക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ പറഞ്ഞ പോലെ വാല്യൂ എന്താവും, റേഷ്യോ സീറോ ഞാൻ നേരത്തെ പറഞ്ഞത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇക്വാളിറ്റി കൺസെപ്റ്റ് ആണ്. എല്ലാ ആളുകളും ഒരേപോലെ ഇൻകം ഏൺ ചെയ്യുന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എന്നാൽ ഈ ഷെയ്ഡഡ് ഏരിയ ഈ ട്രയാങ്കിൾ തന്നെയായിട്ട് മാറുവാണെങ്കിൽ, ഷെയ്ഡഡ് ഏരിയയും ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി ബിയും തുല്യമായിട്ട് മാറുമ്പോഴേക്കും റേഷ്യോയുടെ വാല്യൂ എന്തായിട്ട് മാറും, 1 ആയിട്ട് മാറും. ആ ഒരു സാഹചര്യമാണ് പെർഫെക്റ്റ് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത്. മീൻസ് അവിടെ വരുമാനം മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒറ്റ വ്യക്തിയിലായിരിക്കും എന്നുള്ള കൺസെപ്റ്റ്. അപ്പൊ 0യ്ക്കും 1നും ഇടയിലാണ് ഈ വാല്യൂ, അത് ഇൻക്ലൂഡിംഗ് 0 and 1 ആണ് ഈ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നത്. 0യോട് അപ്രോച്ച് ചെയ്യുന്നതാണ് ആ രാജ്യത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നടക്കുന്നു, ഇൻകം ഇൻഇക്വാളിറ്റി ഒന്നും അധികം ഇല്ല എന്ന് സൂചിപ്പിക്കുന്നത്. 1നോട് അടുക്കും തോറും അത് ഇൻഇക്വാളിറ്റി വർദ്ധിക്കുന്നതായിട്ട് പറയേണ്ടി വരും. ഇപ്പൊ ഇന്ത്യയുടെ കാര്യത്തിൽ പ്രസന്റ് നമ്മൾ ആ വാല്യൂ കണ്ടു, ഒരു 7 വർഷം മുമ്പ് 2014-15 കാലഘട്ടത്തിൽ 0.472 ആയിരുന്നു. ഇപ്പം കുറഞ്ഞു 0.402 നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു SBIയുടെ ആ ഒരു റിപ്പോർട്ടിനകത്ത് പരാമർശിക്കുന്നത്. എന്തായാലും ലോറൻസ് കർവും ഗിനി കോഎഫിഷ്യന്റ് അറിഞ്ഞിരിക്കുക. Gini coefficient ഇപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. Gini coefficient, which is derived from the Lorentz curve, can be used as an indicator of economic development of a country. And the Gini coefficient measures the degree of income inequality of a population. And the Gini coefficient can vary from 0. 0 indicates perfect equality and 1 indicates perfect inequality. And the Gini coefficient of 0 means that everyone has the same income. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ perfect equality, എല്ലാവർക്കും ഒരേ ഇൻകം ആണ് എന്ന് സൂചിപ്പിക്കുന്നു. 1 എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? While a coefficient of 1 represents a single individual receiving all the income. ഒരു വ്യക്തിയിൽ തന്നെയായിരിക്കും ആ രാജ്യത്തെ വരുമാനം മുഴുവനും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്തായാലും ഇത്രയും പോയിന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു പിക്ചറാണ്, ബേസ് ഇന്നത്തെ ന്യൂസ് പേപ്പറിന്റെ അകത്തുണ്ടായിരുന്ന ഒരു പിക്ചറാണ്. ഇതൊരു ഗജമേളയുമായിട്ട്, ഒരു ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പിക്ചറായിരുന്നു. അഷ്ടമുടി കായലിൽ നടന്ന കൊല്ലത്ത് അഷ്ടമുടി കായലിൽ നടന്ന ഒരു ഫെസ്റ്റിവലിന്റെ ഒരു പിക്ചറാണ്. ഒരു പക്ഷേ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, ആ ന്യൂസ് പേപ്പറിന്റെ അകത്തെ പേജിൽ ഉണ്ടായിരുന്ന ഒരു പിക്ചറായിരുന്നു. പക്ഷെ ഇതിനകത്ത് നമുക്ക് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് നോക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് അഷ്ടമുടി കായലാണ് നമ്മൾ പറഞ്ഞു. ആ ഒരു അഷ്ടമുടി കായൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം ഇറ്റ്സ് എ റാംസാർ സൈറ്റ് ഇൻ കേരളത്തിലെ ഒരു റാംസാർ സൈറ്റ് ആണ് അഷ്ടമുടി കായൽ. അത് മാത്രമല്ല നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, അഷ്ടമുടി ലേക്ക് ഈസ് എ ഫ്രഷ് വാട്ടർ ലേക്ക് ലൊക്കേറ്റഡ് ഇൻ കൊല്ലം ജില്ലയിലുള്ള ഒരു ഫ്രഷ് വാട്ടർ ലേക്ക് ആണ് അഷ്ടമുടി കായൽ. പക്ഷേ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക് അല്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക് എന്ന് പറഞ്ഞാൽ ശാസ്താംകോട്ട കായലാണ്. എന്നാലും നമുക്ക് പറയാം ഫ്രഷ് വാട്ടർ ലേക്ക് എന്ന് പറയാൻ പറ്റുന്നതാണ്. ഈ ശാസ്താംകോട്ട കായലും ഒക്കെ തന്നെ ഈ പറഞ്ഞ റാംസാർ സൈറ്റും കൂടെ ആണെന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. അത് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. കേരളത്തിൽ ശരിക്കും 3 റാംസാർ സൈറ്റുകളാണുള്ളത്. അതിലൊരെണ്ണമാണ് ഈ അഷ്ടമുടി കായലും. സോ എന്തായാലും അഷ്ടമുടി ലേക്ക് ഈസ് എ ഫ്രഷ് വാട്ടർ ലേക്ക് ലൊക്കേറ്റഡ് ഇൻ കൊല്ലം ഡിസ്ട്രിക്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഇതൊരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള റാംസാർ സൈറ്റ് എന്ന് പറഞ്ഞു. റാംസാർ സൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ വെറ്റ്ലാൻഡ് സൈറ്റ് ഡെസിഗ്നേറ്റഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള വെറ്റ്ലാൻഡുകൾക്ക് കൊടുക്കുന്ന ഈ പറഞ്ഞ പോലെ അംഗീകാരമാണ് ഈ റാംസാർ സൈറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുക അണ്ടർ ദ റാംസാർ കൺവെൻഷൻ. ഓക്കെ, and this Ramsar Convention is an international treaty for the conservation and sustainable use of wetlands, and India is a signatory to this treaty. അപ്പോൾ ഈ റാംസാർ കൺവെൻഷൻ ഇന്ത്യ സിഗ്നേറ്ററി ആണ്. റാംസാർ കൺവെൻഷൻ പ്രകാരം ഒരു സൈറ്റിനെ റാംസാർ സൈറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന അതിന്റെ ആ ഒരു കൺസർവേഷനും സസ്റ്റൈനബിൾ യൂസിനും ഒക്കെ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഒരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ റാംസാർ സൈറ്റുകളുടെ ലിസ്റ്റ്. ഒന്നീ പറഞ്ഞാൽ നമ്മുടെ വേമ്പനാട് കായൽ, കോൾ വെറ്റ്ലാൻഡ്, ദെൻ ശാസ്താംകോട്ട ലേക്കും കേരളത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ ലേക്കും, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ അഷ്ടമുടി വെറ്റ്ലാൻഡ്. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണമാണ് കേരളത്തിൽ ഈ പറഞ്ഞ പോലെയുള്ള നമ്മുടെ വെറ്റ്ലാൻഡ്സ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് അഥവാ റാംസാർ സൈറ്റ് എന്നുള്ള കാര്യം ഓർക്കുക. വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ, ദെൻ അഷ്ടമുടി കായൽ. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണമാണ് കേരളത്തിലുള്ള റാംസാർ സൈറ്റുകൾ. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ DNA നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിസ്കസ് ചെയ്ത എല്ലാ ആർട്ടിക്കിൾസും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്